PT. Please wait for a while. Okay. Yeah, is it visible to all? Yes, sir. Visible. Yeah, so we can start. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് of course offenses affecting human body. ഒരു കാര്യമുള്ളത് മനുഷ്യനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കുന്ന ഏതൊക്കെ തരം ഒഫൻസ് ഉണ്ട്, ആ ഒഫൻസിനുള്ള പണിഷ്മെന്റ് എന്താണ്, ഇതാണ് ഈ മുഴുവൻ സെക്ഷൻസിലും പറയുന്നത്. 299 മുതൽ 377 വരെയാണ് ഈ കോഡിൽ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ച് പറയുന്നത്. അതിനകത്ത് തന്നെ പല ചാപ്റ്റേഴ്സ് ഉണ്ട്, സബ് ചാപ്റ്റേഴ്സ് എന്ന് പറയാം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഇന്ന് കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ആദ്യത്തെ സബ് ചാപ്റ്ററായ ഒഫൻസസ് അഫക്റ്റിംഗ് ലൈഫ്, അതായത് മനുഷ്യനെ കൊല്ലുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതായിട്ടുള്ള പിന്നെ ഒഫൻസിനെ സംബന്ധിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് എന്തൊക്കെ തരം ഒഫൻസ് ഉണ്ട്, അതിനകത്തുള്ള പണിഷ്മെന്റ് എന്താണ്, ഈ കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ മുഴുവൻ ചാപ്റ്ററും ഡീൽ ചെയ്യാനായിട്ട് ഒരു 2 ക്ലാസ്സും കൂടെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ആ 2 ക്ലാസ് ഈ നെക്സ്റ്റ് വീക്കിൽ തന്നെ കഴിയുമെങ്കിൽ എടുക്കാൻ ശ്രമിക്കാം. കാരണം ഇനിയിപ്പോൾ ടൈമിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ചുരുക്കാൻ ശ്രമിക്കാം. ഈ IPC നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ പോർഷൻ നമ്മൾ പരിശോധിച്ചാൽ ഐ തിങ്ക് ദിസ് ഈസ് ദ ബിഗസ്റ്റ് ചാപ്റ്റർ. സോ അതുകൊണ്ട് നമുക്ക് അത്രയും ടൈം വേണം എന്നാണ് എൻ്റെ വിശ്വാസം. So we will be starting with offenses affecting life. As I told you, it starts with section 299 and ends at 311. അപ്പോൾ 299 എന്താണ് പറയുന്നത് ആദ്യം നോക്കാം. ഇതിനകത്ത് കുറച്ച് സെക്ഷൻസ് ഇന്ന് ഡീൽ ചെയ്യുന്നുള്ളത് കൊണ്ട് ഇന്ന് ഇപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഒന്നും കൂടെ ഞാനത് ആരോ പറഞ്ഞ പോലെ എൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഒന്ന് ഓർമ്മിച്ച് തരിക, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളതൊന്ന് പറയുക എന്നുള്ളത് മാത്രമാണ്. അതിനൊന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് എൻ്റെ പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് IPC പഠിക്കാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ ആ രീതിയിലായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 299 ഈ സബ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് മുതലാണ്. കൾപ്പബിൾ ഹോമിസൈഡിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്? കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് തന്നെ ലാറ്റിനിൽ നിന്നാണ്. അതിനകത്ത് പറയുന്നത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഹോമോ അതുപോലെ സുഡ എന്ന 2 വേർഡ്സിൽ നിന്നാണ് ഈ ഹോമിസൈഡ് എന്നുള്ള വേർഡ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹോമോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മാൻ എന്നും സിഡ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം കില്ലിംഗ് എന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഹോമിസൈഡ് മീൻസ് കില്ലിംഗ് ഓഫ് എ മാൻ ബൈ മാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ. ഹോമിസൈഡ് എന്ന വേർഡിന്റെ അർത്ഥം ആ രീതിയിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് കൾപ്പബിൾ? കൾപ്പബിൾ എന്ന് പറഞ്ഞാൽ ബ്ലെയിം വർത്തി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അഥവാ പണിഷബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അങ്ങനെ പറയാം. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ എ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഈ IPCയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, അതായത് ഒരു ലിവിങ് തിങ്ങിനെ പിന്നെ കൊല്ലുന്നതിനെ സംബന്ധിച്ചാണ് പ്രധാനമായി പറയുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ എ ഹ്യൂമൻ ബീയിങ് ആണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് ആണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഒരു കാര്യമുള്ളത്, ഈ ഹോമിസൈഡ് എന്ന് പറയുന്നത് ലാഫുള്ളും ആകാം അൺലാഫുള്ളും ആകാം. അതെങ്ങനെയാണ് ലാഫുൾ ആകുന്നത്, എങ്ങനെയാണ് അൺലാഫുൾ ആകുന്നത്, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടില്ല. അതെന്താണെന്ന് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ലാഫുളും അൺലാഫുളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലാഫുൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് എക്സ്ക്യൂസബിളും ഉണ്ട്, ജസ്റ്റിഷ്യബിളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലതരം ഹോമിസൈഡ്, ലാഫുൾ ഹോമിസൈഡ് എക്സ്ക്യൂസബിൾ ആണ്, ചിലത് ജസ്റ്റിഷ്യബിൾ ആണ്. അതേതൊക്കെയാണെന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് കണ്ടുകഴിഞ്ഞു. ആ ജനറൽ എക്സെപ്ഷൻസിൽ സെക്ഷൻ 80, 82, 83, 84 തുടങ്ങിയ സെക്ഷൻസിൽ പറയുന്ന കാര്യങ്ങൾ,
അത് കൊണ്ട് നടക്കുന്ന ഒരു ഹോമിസൈഡ് ആണെങ്കിൽ അത് എക്സ്ക്ലൂസബിൾ ഹോമിസൈഡ് എന്നും 76 മുതൽ സെക്ഷൻ 76 മുതൽ കൺസെന്റ് തുടങ്ങിയ കാര്യങ്ങൾ 77, 78, 79 പറയുന്ന 81 പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റിഫയബിൾ അല്ലെങ്കിൽ ജസ്റ്റിഷ്യബിൾ ഹോമിസൈഡ് ആണെന്നും കാണാൻ കഴിയും. അങ്ങനെ രണ്ട് വകഭേദം ഈ ഹോമിസൈഡിനകത്തുണ്ട്. ഒന്ന് അൺലാഫുൾ, ലാഫുൾ. അതിൽ തന്നെ ലാഫുളിന്റെ കാര്യത്തിൽ എക്സ്ക്യൂസബിളും ജസ്റ്റിഷ്യബിളും അല്ലെങ്കിൽ ജസ്റ്റിഫയബിളും. ലാഫുൾ ഹോമിസൈഡില് എക്സ്ക്യൂസബിൾ എന്ന് പറയുന്നത് ജനറൽ എക്സെപ്ഷൻസിൽ സെക്ഷൻസ് 80, 82, 83 തുടങ്ങിയവയാണ്. അതേസമയം ജസ്റ്റിഷ്യബിൾ അഥവാ ജസ്റ്റിഫയബിൾ എന്ന് പറയുന്നത് 76, 77, 79 തുടങ്ങിയ സെക്ഷൻസിൽ പറയുന്നതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അതുകൊണ്ട് ഞാനിവിടെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിതിന്റെ സൂപ്പർ സ്ട്രക്ചർ പറയുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാം. അൺലാഫുൾ ഹോമിസൈഡ് നമ്മൾ പറഞ്ഞല്ലോ, ലാഫുൾ ഹോമിസൈഡും അൺലാഫുൾ ഹോമിസൈഡും ഉണ്ട്. ലാഫുൾ ഹോമിസൈഡ് എക്സ്ക്യൂസബിളും ജസ്റ്റിഫിഷ്യബിളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അൺലാഫുൾ ഹോമിസൈഡ് എന്താണ്? അൺലാഫുൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ അത് 299-ലും 300-ലും 304A-ലും 304B-ലും പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അൺലാഫുൾ ഹോമിസൈഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ ചില ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അൺലാഫുൾ ഹോമിസൈഡ് എന്താണെന്നാണ്. അപ്പോൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് എന്ത് തരം വകഭേദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ വകഭേദങ്ങൾക്കനുസരിച്ച് അൺലാഫുൾ ഹോമിസൈഡാണ് നമ്മൾ പഠിക്കുന്ന കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആമുഖമായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് പീപ്പിൾ ആർ ഓൺ ദ സെയിം പേജ്. എന്തെങ്കിലും ഇതിനൊക്കെ സംബന്ധിച്ച് പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? അഭിജിത്ത് എന്താ പറഞ്ഞു? ഇല്ല സർ, ക്ലിയർ ആണെന്ന് പറഞ്ഞാണ് സർ. ഇത്രയും വരെ ക്ലിയർ. ഓക്കെ, സ്പീഡല്ലല്ലോ അല്ലേ? വലിയ സ്പീഡിലല്ലോ? ഇല്ല സർ, ഇല്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പോ നമുക്ക് ആദ്യം 299 എന്താണ് പറയുന്നത് നോക്കാം. 299 പറയുന്നത് എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്താണെന്നാണ്. അതിനകത്ത് പറയുന്നത്, അതിനകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. Whoever causes death by doing an act with the intention of causing death or with the intention of causing such bodily injury as is likely to cause death or with the knowledge that he is likely by such act to cause death commits the offense of culpable homicide എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ ഇന്റൻഷനോട് കൂടി മറ്റൊരാളെ വകവരുത്തുന്നു, കൊല്ലുന്നു, അല്ലെങ്കിൽ ആ കൊല്ലാനുള്ള മനസ്സോടുകൂടി ഒരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കുന്നു. അതായത് ബോഡിക്ക് വളരെയധികം ക്ഷതം ഉണ്ടാക്കുന്നു. ആ ക്ഷതത്തിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് മരണമാണ് എന്നറിയാം. അതുപോലെ തന്നെ ഇന്റൻഷൻ അല്ലെങ്കിൽ നോളജ് ഉണ്ട്, ദാറ്റ് ഹി ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് ടു കോസ് ഡെത്ത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് ഇന്റൻഷൻ, രണ്ട് ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്, രണ്ട് ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത്, ആൻഡ് നോളജ് that he is likely to cause such death. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പ്രവൃത്തി, മൂന്നും വേണം എന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഓർ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് അല്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആക്ടിനെ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയാം എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്, ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി, അല്ലെങ്കിൽ നോളജ് ദാറ്റ് ലൈക്ലി ബൈ സച്ച് ആക്ട് ടു കോസ് ഡെത്ത്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ അതിനെ കൾപ്പബിൾ ഹോമിസൈഡ് ആണ് എന്ന് പറയാം. ഇതിനകത്ത് മൂന്ന് ഇലസ്ട്രേഷൻസ് ഉണ്ട്. ആ ഇലസ്ട്രേഷൻസ് കൂടെ ഒന്ന് നോക്കിപ്പോണം. ഇലസ്ട്രേഷൻസിൽ ആദ്യം പറയുന്ന ഇതാണ്: എ ലേസ് സ്റ്റിക്സ് ആൻഡ് ടർഫ് ഓവർ എ പിറ്റ് വിത്ത് ദ ഇന്റൻഷൻ thereby causing death or with the knowledge that death is likely to be thereby caused. Z believing the ground to be firm treads on it, falls in and is killed.
ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരിടത്ത് കുഴി കുഴിച്ചിട്ടിരുന്നു, അതിൻ്റെ മുകളിൽ സ്റ്റിക്സ് ഒക്കെ വിരിച്ചിട്ടു. നിങ്ങൾ മുമ്പൊക്കെ കണ്ടു കാണും ഈ ആനയൊക്കെ ചതിക്കുഴിയിൽ വീഴ്ത്തുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത്തരത്തിലുള്ള ചതിക്കുഴി ഉണ്ടാക്കിയിടുന്നു, അതിനകത്ത് ആരെങ്കിലും വന്ന് പെടുന്നു അതറിയാതെ, എങ്കിൽ അത് അയാളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത് എന്ന് കണക്കാക്കാൻ കഴിയും. അങ്ങനെ ചതിക്കുഴി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും വീഴ്ത്തിക്കൊണ്ടാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഇലസ്ട്രേഷൻ പറയുന്നത്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഇന്റൻഷനെ കാണിക്കാനാണ്. ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഡെത്ത് എന്ന ഇലസ്ട്രേഷനിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഇലസ്ട്രേഷനിൽ നോളജിനെയാണ് കാണിക്കുന്നത്. എ നോസ് ഇസഡ് ടു ബി ബിഹൈൻഡ് എ ബുഷ്. ഒരു ചെറിയ ചെടിയുടെ പുറകിലാണ് ഇസഡ് ഉള്ളത്, അത് എക്ക് അറിയാം, പക്ഷെ ബിക്ക് അറിയില്ല. ബി ഡസ് നോട്ട് നോ. എ എന്ത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ ഇസഡിനെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ ബിയെ വെടിവെക്കാനായിട്ട് പറയുന്നു. അയാളടുത്ത് പറയുന്നത് നിങ്ങൾ ആ ബുഷിൽ വെടിവെക്കും, വെറുതെ സമയം പോകാനായിട്ട് ആ ബുഷിലോട്ട് വെടിവെക്കുമ്പോൾ ബി പക്ഷെ അറിയുന്നില്ല ഇസഡ് അവിടെ പുറകിലുണ്ടെന്നുള്ളത്. എക്ക് ഇതറിയാം. എയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസഡിനെ കൊല്ലുക എന്നുള്ളത് കൂടെയാണ്. അപ്പൊ ഇതറിയാതെ ബി ഇസഡിനെ ബുഷിനെ വെടിവെക്കുകയും അങ്ങനെ വെടിവെച്ചതിന്റെ ഫലമായി ആ അപ്പുറത്തുണ്ടായിരുന്ന ഇസഡ് കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷെ ഇവിടെ ബിക്ക് ആ നോളജ് ഇല്ലായിരുന്നു, ബിക്ക് ഒരു ഇന്റൻഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബി കമ്മിറ്റഡ് നോ ഒഫൻസ്. പക്ഷെ എ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അതും പിന്നെ ഇന്റൻഷനോടുകൂടി ചെയ്തതാണ്. അതുകൊണ്ട് he has committed culpable homicide. ഇതാണ് രണ്ടാമത്തെ ഇലസ്ട്രേഷൻ പറയുന്നത്. മൂന്നാമത്തെ ഇലസ്ട്രേഷനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം, രണ്ടാമത്തെ ഇലസ്ട്രേഷനിൽ ബി ഒഫൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ്. എ ആണ് ഒഫൻസ് ചെയ്തിട്ടുള്ളത്. എന്ത് ഒഫൻസ്? ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. മൂന്നാമത്തെ പിന്നെ ഇലസ്ട്രേഷനിൽ പറയുന്നത് എ ബൈ ഷൂട്ടിംഗ് at a fowl with intent to kill and steal it kills B who is behind a bush. എ എന്ന് പറയുന്ന ആള് ഒരു പിന്നെ ഫോളിനെ നോക്കി ഷൂട്ട് ചെയ്യുന്നു. ഫോൾ എന്ന് പറയുന്നത് ഈ ചെറിയ ബേർഡ് പോലെയുള്ള പിന്നെ ചെറിയ പക്ഷി അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതിനെ മോഷ്ടിക്കുക അല്ലെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിനെ വെടിവെക്കുന്നു. പക്ഷേ ആ ബേർഡിന്റെ പുറകിൽ ബി ഉണ്ടായിരുന്നു. അത് ഈ ഷൂട്ട് ചെയ്തത് ബിക്ക് ചെന്നിട്ടുള്ളത്. എ നോട്ട് നോയിങ് ദാറ്റ് ഹി വാസ് ദെയർ. ബി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എക്ക് അറിയില്ല. ഹിയർ ആൾദോ എ വാസ് നോട്ട് ഡൂയിങ് ആൻ അൺലോഫുൾ ആക്ട്, ഹി വാസ് നോട്ട് ഗിൽറ്റി ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് ആസ് ഹി ഡിഡ് നോട്ട് ഇന്റന്റ് ടു കിൽ ബി ഓർ ടു കോസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് ദാറ്റ് ഹി ന്യൂ വാസ് ലൈക്ലി ടു കോസ് ഡെത്ത്. ഇവിടെ എയെ സംബന്ധിച്ച് നോളജും ഇല്ലായിരുന്നു, ഇന്റൻഷനും ഇല്ലായിരുന്നു. ആ രണ്ട് കാര്യവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് എയെ ഗിൽറ്റി ആണെന്ന് പറയാൻ കഴിയില്ല ഫോർ ദ ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് ഈ ഇലസ്ട്രേഷനിൽ പറയുന്നത്. ഈ ഇലസ്ട്രേഷൻസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, അല്ലെങ്കിൽ ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡിലി ഇഞ്ചുറി, അല്ലെങ്കിൽ നോളജ് ദാറ്റ് ലൈക്ലി ബൈ സച്ച് ആക്ട് ടു കോസ് ഡെത്ത്. ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രാധാന്യം, ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്, അത് വന്നില്ലെങ്കിൽ ഒരാൾ ലൈബിൾ അല്ല ഈ ഒഫൻസിന് എന്ന് കാണിക്കാനാണ് ഈ ഇലസ്ട്രേഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആർക്കെങ്കിലും ഏതെങ്കിലും ഏരിയ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പറഞ്ഞാൽ മതി, ഞാനത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ടു 99 മൂന്ന് എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 299 ആദ്യം പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡിലി ഇഞ്ചുറി, അതേപോലെ നോളജിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ഇലസ്ട്രേഷൻ പറഞ്ഞു. തുടർന്ന് പറയുന്നു ഒരു ഒരു വ്യക്തി, എ പേഴ്സൺ ഹു കോസസ് ബോഡിലി ഇഞ്ചുറി ടു അനദർ ഹു ഈസ് ലേബറിംഗ് അണ്ടർ എ ഡിസോർഡർ, ഡിസീസ് ഓർ ബോഡിലി ഇൻഫർമിറ്റി ആൻഡ് ദെയർബൈ ആക്സിലറേറ്റ് ദ ഡെത്ത് ഓഫ് ദാറ്റ് അതർ ഷാൽ ബി ഡീംഡ് ടു ഹാവ് കോസ്ഡ് ഹിസ് ഡെത്ത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് എനിക്കറിയാം എൻ്റെ മുമ്പേ നിൽക്കുന്ന ശ്രീദത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. സപ്പോസ് ഹാർട്ട് പേഷ്യൻ്റാണ്. ഹാർട്ട് പേഷ്യൻ്റായ ആള് സാധാരണഗതിയിൽ ഒരു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു വീക്ക് ആയിട്ടുള്ള ഒരാളായിട്ട് കണക്കാക്കേണ്ടി വരും. അതാണ് സ്ഥിതി. അപ്പോൾ എനിക്കറിയാം അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു നല്ല അടി വെച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു നല്ല ഇടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് തീർന്നു പോകാൻ സാധ്യതയുണ്ട്.
ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരാളെ നന്നായിട്ട് അടിക്കുന്നു. ആ അടി സാധാരണ ആൾക്ക് കൊണ്ടാൽ ഒന്നും സംഭവിക്കുന്നതല്ല. പക്ഷേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അത് മതി എന്താവാൻ, മരണപ്പെടാൻ. അപ്പം അങ്ങനെ ഉള്ള അറിവോടുകൂടി നമുക്കറിയാം അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്, ആ ആൾക്ക് നമ്മൾ ഒരു അടി കൊടുത്താൽ അത് തീരും. സാധാരണ ആൾക്കാർക്ക് കൊടുത്താൽ അതൊന്നും സംഭവിക്കുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ആ ഡെത്ത് ആക്സലറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്താൽ, ഇപ്പോൾ അടി കൊടുക്കുക എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ പോലും ഷാൽ ബി ഡീംഡ് ടു ഹാവ് കോസ്റ്റ് ഹിസ് ഡെത്ത്. For a person who causes bodily injury to another who is laboring under a disorder, disease or bodily infirmity. Disorder, disease or bodily infirmity. ആ മൂന്ന് കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങളുള്ള ഒരാളിനെയാണ് അത്തരത്തിൽ ബോഡി ഇഞ്ചുറി കൊടുത്താൽ ആൻഡ് ദെയർബൈ ആക്സിലറേറ്റ്സ്, അത് കാരണം ആ ഡെത്തിലേക്ക് അതിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദ ഡെത്ത് ഓഫ് ദാറ്റ് അതർ ഷാൽ ബി ഡീംഡ് ടു ഹാവ് കോസ്റ്റ് ഹിസ് ഡെത്ത്. ഇതാണ് എക്സ്പ്ലനേഷൻ ഒന്നിൽ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ചെയ്താലും അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ് എന്ന് പറയുന്നു. രണ്ട്, എക്സ്പ്ലനേഷൻ രണ്ടിൽ പറയുന്നു, where death is caused by bodily injury, the person who causes such a bodily injury shall be deemed to have caused the death, although by resorting to proper remedies and skillful treatment that might have been prevented. അതായത് ഒരുത്തരം നമ്മൾ ഒരു അടി വെച്ചു കൊടുത്തു, ആ അടി കാരണം അത് കൊണ്ടതിൻ്റെ പിന്നെ വേദനയിൽ ആ ആള് മരണപ്പെടുന്നു. പക്ഷെ സാധാരണഗതിയിൽ അയാളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അത് നല്ല ഒരു പരിചരണം കൊടുത്താൽ, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ട് വരാം. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിയേ ഉള്ളൂ അത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പിന്നെ ബോഡി ഇഞ്ചുറി കാരണം മരണം സംഭവിച്ചാൽ അപ്പോഴും പണിഷബിളാണ്, അപ്പോഴും അതിനെ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയേണ്ടി വരും എന്നാണ് എക്സ്പ്ലനേഷൻ രണ്ടിൽ പറയുന്നത്. അത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ മൂന്നിൽ പറയുന്നത്, കോസിംഗ് ദ ഡെത്ത് ഓഫ് എ ചൈൽഡ് ഇൻ മദേഴ്സ് ഹോം ഈസ് നോട്ട് ഹോമിസൈഡ്. ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നത് കോസിംഗ് ഡെത്ത് ഓഫ് ചൈൽഡ് ഇൻ ദ മദേഴ്സ് ഹോം ഈസ് നോട്ട് ഹോമിസൈഡ്. പക്ഷേ ഒരു കാര്യമുള്ളത്, but it may amount to culpable homicide to cause the death of a living child if any part of that child has been brought forth, though the child may not have breath or been completely born. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടി അമ്മയുടെ പിന്നെ ശരീരത്തിലിരിക്കുമ്പോൾ, അകത്തിരിക്കുമ്പോൾ, മദേഴ്സ് ഹോമിലിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രത്യേക എക്സിസ്റ്റൻസ് ഇല്ല, ഒരു പ്രത്യേക ഐഡന്റിറ്റി ഇല്ല. ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് മദറിൻ്റെ എക്സിസ്റ്റൻസേ ഉള്ളൂ, മദറിനുള്ള ഐഡന്റിറ്റി ഉള്ളൂ. അപ്പോൾ കുട്ടി അകത്തിരിക്കെ മരണപ്പെട്ടാൽ, അതിനെ ഏതെങ്കിലും രീതിയിൽ കൊല്ലുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതിന് ഹോമിസൈഡ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ആ കുട്ടിയുടെ എന്തെങ്കിലും പാർട്ട് വെളിയിൽ വന്നു, പുറത്ത് വന്നു, കുട്ടിയായിട്ട് വന്നു, പക്ഷെ അത് ശ്വാസം എടുത്തിട്ടില്ല എങ്കിൽ കൂടിയും അത് വെളിയിൽ വന്നതിന് ശേഷം അതിനെ വകവരുത്തുകയോ മറ്റോ ചെയ്താൽ അതിനെ ഹോമിസൈഡ് എന്ന് പറയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ പോലും, അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ബോണായിട്ടല്ല വെളിയിൽ വന്നതെങ്കിൽ കൂടിയും അങ്ങനെ വന്ന കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ അത് ഹോമിസൈഡാണ്. പക്ഷേ മദറിൻ്റെ ഉദരത്തിലിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ അത് ഹോമിസൈഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഈ ഹോമിസൈഡ് എന്നുള്ള മീനിങ്ങിനകത്ത് ആ കാര്യം വരുന്നില്ല, മദേഴ്സ് ഹോമിലുള്ള കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ. പക്ഷെ ദാറ്റ് ക്യാൻ അട്രാക്ട് പണിഷ്മെന്റ് അണ്ടർ സെക്ഷൻ 312 or 315. അത് മിസ്കാരേജ് ആണ്. മിസ്കാരേജിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിൽ അട്രാക്ട് ആയപ്പെടാം. അങ്ങനെ പെട്ടാൽ അവിടെ പണിഷ്മെന്റ് കൊടുക്കാം. പക്ഷെ ഇവിടെ ഹോമിസൈഡ് അല്ല എന്ന് പറയുന്നു. ഹോമിസൈഡ് എപ്പോഴേ ആവുള്ളൂ, അതിൻ്റെ ഏതെങ്കിലും പാർട്ട് വെളിയിൽ വരികയും അത് വെളിയിൽ വന്നതിന് ശേഷം അത് ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ കൂടിയും, ശ്വാസം എടുത്തില്ലെങ്കിൽ കൂടിയും, പിന്നെ അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ബോണായിട്ട് വന്നില്ലെങ്കിൽ കൂടിയും, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ബോണായി വന്നില്ല അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയും എന്തെങ്കിലും ചെയ്താൽ, വെളിയിൽ വന്നതിന് ശേഷം ചെയ്താൽ അത് ഹോമിസൈഡാണ്. അകത്തിരിക്കെ ആണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അത് ഹോമിസൈഡ് അല്ല. ബട്ട് ദാറ്റ് വിൽ അട്രാക്ട് അനദർ ഓഫൻസ്, അത് ഓഫൻസ് ആണെങ്കിൽ അണ്ടർ സെക്ഷൻ 312 or 315. അപ്പോൾ ഈ 3 എക്സ്പ്ലനേഷൻസ് ആണ് 3299 എക്സ്ട്രാ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡി ഇഞ്ചുറി ആൻഡ് നോളജ്. അത് കൂടാതെ ഈ 3 കാര്യങ്ങൾ കൂടെ മനസ്സിൽ
വരേണ്ടതുണ്ട് 299 സംബന്ധിച്ച് പഠിക്കുമ്പോൾ. കാരണം എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ രീതിയിലായിരിക്കും. ഈ എക്സ്പ്ലനേഷൻ പറയാതെ ഇതിനകത്തുള്ള എന്തെങ്കിലും ചോദിച്ചിട്ട് കോസിങ് ഡെത്ത് ഓഫ് ചൈൽഡ് ഇൻ മദേഴ്സ് വോം വെദർ ഇറ്റ് ഈസ് ഹോമിസൈഡ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലനേഷനിലുള്ളത്. ഐ ഹോപ്പ് ഇതിനകത്ത് ഡൗട്ട് വരാൻ സാധ്യതയില്ല. ക്ലിയർ? അത് കഴിഞ്ഞ് ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 299 കോസിങ് ഡെത്ത് ബൈ എഫക്ട് ഓഫ് വേർഡ്സ് സ്പോക്കൺ ബൈ എ പേഴ്സൺ. ചില കാര്യങ്ങൾ അങ്ങനെ തട്ടിവിടും, മനഃപൂർവ്വം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അറിയാതെ ആൾക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഈർഷ്യ, അതായത് എന്താ പറയുക, ഉടക്ക് ഒരു പ്രശ്നമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് അത് കാരണം ഒരു ആൾ മരണപ്പെടാൻ ഇടയായാൽ കോസിങ് ഡെത്ത് ബൈ എഫക്ട് ഓഫ് വേർഡ്സ് സ്പോക്കൺ ബൈ എ പേഴ്സൺ may amount to doing an act if there is casual connection between the death and the words spoken, and he is liable for culpable homicide if the requirements under 299 are fulfilled. അപ്പോൾ അതും ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഈ ഹാർട്ട് പേഷ്യൻസിന് ഇത് കൂടുതൽ പിന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ വളരെ നിശ്ചിതമായി വിമർശിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കാര്യകാരണമില്ലാതെ വിമർശിക്കുക. അപ്പോൾ അങ്ങനെ വിമർശിച്ചതിൻ്റെ ഭാഗമായി അസത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായി ഉണ്ടായ മനോവേദന, ആ മനോവേദനയിൽ മരണപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കണക്ഷൻ, ഒരു കാഷ്വൽ കണക്ഷൻ ആ ഡെത്തും പറഞ്ഞ വേർഡ്സും തമ്മിലുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ആൾസോ ബി എ കൾപ്പബിൾ ഹോമിസൈഡ്. ബാക്കി നമ്മൾ ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് അതിനകത്ത് വന്നാൽ, നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് കൂടെ വന്നാൽ ദാറ്റ് ക്യാൻ ആൾസോ ബി കൾപ്പബിൾ ഹോമിസൈഡ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇൻറ്റൻഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ കൺസ്ട്രക്ടിങ് ആൻ ഒഫൻസ് അണ്ടർ 299. അപ്പോൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് 299. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത്, ഒരു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേഴ്സസ് MS മൂർത്തി 1912 കേസാണ്, ഇന്നും റെലവൻ്റ് ആണ്. ഒരാള് മറ്റൊരാളെ കൊല്ലാനുള്ള ഇൻറ്റൻഷനോട് കൂടി അത് ചെയ്തു. അതിൻ്റെ കാരണം എന്തായിരുന്നു? അയാളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? കൊല്ലാനുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ ഒരു വലിയ എമൗണ്ട് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി, തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, അങ്ങനെ അയാളെ മരണപ്പെടുത്താനായിട്ട് അയാൾക്ക് പോയിസൺ കലർന്ന സീഡ്സ് മിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ അതിനകത്തുനിന്ന് കുറച്ച് കഴിച്ചിട്ട് അയാൾക്ക് എന്തോ തോന്നി, അയാൾ അതിനെ ബാക്കിയുള്ളതിനെ കളയുകയും ചെയ്തു. അതുകൊണ്ട് അയാൾ മരണപ്പെട്ടില്ല. പക്ഷേ ഇയാൾ ഈ കളഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേറെ 2 കുട്ടികൾ എടുക്കുകയും കഷ്ടകാലത്തിന് ആ കുട്ടികൾ അതെടുത്ത് കഴിച്ച് ആ 2 കുട്ടികൾ മരണപ്പെടുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ ഇവിടെ ഇയാൾ പറഞ്ഞ ഒരു ന്യായവാദം എന്ന് പറയുന്നത്, ഞാൻ ഈ കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോടതി അത്തരത്തിലുള്ള വാദം അംഗീകരിച്ചില്ല. പറഞ്ഞു യു ആർ ലയബിൾ ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ ഓഫ് ദ ചിൽഡ്രൻ. യഥാർത്ഥത്തിൽ അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റേ ആളെ കൊല്ലുക എന്നുള്ളതായിരുന്നു, എ എന്ന് പറയുന്ന ആളിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. പക്ഷെ കൊന്നത് എ അല്ലെങ്കിൽ കൂടിയും, അതേപോലെ കുട്ടികളെ കൊല്ലുക എന്നുള്ള ഇൻറ്റൻഷൻ ഇല്ലായിരുന്നെങ്കിൽ കൂടിയും ഇത് അതിൻ്റെ കോൺസിക്വൻസ് ആയിരുന്നു. എ കൊല്ലാൻ ശ്രമിച്ചത് എൻ്റെ ഭാഗമായാണ് കുട്ടികൾ മരണപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അയാൾ കൾപ്പബിൾ ഹോമിസൈഡിന് അമൗണ്ടിൻ്റെ മർഡറിന് ശിക്ഷിച്ചു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആരെയെങ്കിലും നമ്മൾ കൊല്ലാൻ ശ്രമിക്കുന്നു, പക്ഷേ അയാൾ ചാവുന്നില്ല, മറ്റൊരാളാണ് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് മരണപ്പെട്ടാൽ, അങ്ങനെ പറ്റിയാലും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, അതിന് എക്സ്ക്യൂസബിൾ ആയിട്ട് പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇത് പറയുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കൾപ്പബിൾ ഹോമിസൈഡിന് 2 പാർട്ടുണ്ട്. ആ 2 പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആൻഡ് കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇത് രണ്ടും അർത്ഥമാക്കുന്നത്? ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു, അതിനകത്ത് 2 പാർട്ടുണ്ടെന്ന് പറയുന്നു. ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, 2 കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ. എന്താണ് അതിനുള്ള വ്യത്യാസം? കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്നത് ആക്ടിനകത്ത് അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ
സെക്ഷൻ 300 നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സെക്ഷനിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഡിഫൈൻ ചെയ്തിട്ടല്ലെങ്കിലും അതിനെ റെഫർ ചെയ്തിട്ടുണ്ട്. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അതല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും അതിന് എന്ത് പറയും? കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറയും. അപ്പോൾ എന്താണ് മർഡർ? നമ്മൾ അടുത്ത് പഠിക്കുന്ന അതാണ്. മർഡർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത്, കോഡിനകത്ത് പറയുന്നത്, എക്സെപ്റ്റ് ദ കേസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ എക്സെപ്റ്റഡ്, culpable homicide is murder if the act by which the death is caused is done with the intention of causing death or എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. മൊത്തം 4 കാര്യങ്ങൾ. ഒന്ന്, with the intention of causing death. 2, if it is done with the intention of causing such bodily injury as the offender knows to be likely to cause the death. 3, if it is done with the intention of causing bodily injury to any person and the bodily injury intended to be inflicted is sufficient in the ordinary course of nature to cause death, or if the person committing the act knows that it is so imminently dangerous that it must in all probability cause death, or such bodily injury as is likely to cause death. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന 4 സാഹചര്യങ്ങളിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് മർഡറാണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 4 സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കാൻ കഴിയും. കൾപ്പബിൾ ഹോമിസൈഡ് നമ്മൾ പഠിച്ചതിൽ പറഞ്ഞ അതേ ഇൻഗ്രീഡിയൻസ് ഈ മർഡറിലും ഉണ്ട്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് സെയിം ലൈക്ക് ദ ഡെഫിനിഷൻ ഗിവൻ ഇൻ 299. എന്തൊക്കെയാണത്? ഫസ്റ്റ് നിങ്ങൾ കണ്ടു, വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്. ഒരാളെ കൊല്ലുന്നു, എന്തെങ്കിലും ആക്ട് ചെയ്യുന്നു. ആ ആക്ടിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അയാളെ കൊല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു. 2, ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി സോ ദാറ്റ് ഇറ്റ് മേ കോസ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ. 3, ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലിക്റ്റഡ് ആൻഡ് ദാറ്റ് ഇൻഫ്ലിക്റ്റിംഗ് ഓഫ് ഇഞ്ചുറി ഈസ് സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്, ഓർ എന്താണ്, ദ പേഴ്സൺ നോസ് ദാറ്റ് it is so imminently dangerous, എന്താണ്, in all probability it will cause death. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മർഡർ. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് സെക്ഷൻ 300 പറയുന്നു. അപ്പോൾ 300 തുടങ്ങുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, എന്താണ്, എക്സെപ്റ്റ് ഇൻ ദ കേസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിന് ശേഷം പറയുന്ന എക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സംഷൻസ് ഇതാ വരുന്നുണ്ട്. ആ എക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോയാൽ ബാക്കി എല്ലാ കേസിലും കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്ന മർഡർ എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ആ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളതാണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്നത്. അതും കൂടെ ഇവിടെ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇത് കഴിഞ്ഞ് പറയുന്നത് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻ ടു ദീസ് 4 ഇൻഗ്രീഡിയൻസ്. ആ എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് culpable homicide will not be amounting to murder. അതല്ലാതുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഈ പറയുന്ന 4 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി culpable homicide amounting to murder എന്നാണ് സെക്ഷൻ 300 പറയുന്നത്. അപ്പോൾ 299 നിന്നും 300 വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ചേഞ്ച് ഇതാണ്. എന്താണ് culpable homicide എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസും വരണം. അത് കഴിഞ്ഞ് ആ എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, ആ 299 നിന്ന് 300 എത്തുമ്പോൾ 300 എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കൾപ്പബിൾ ഹോമിസൈഡിന് 2 പാർട്ടുണ്ട്. ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ, 2 കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ വരുന്ന ഒഫൻസ് ആണ്. അത് ഇല്ലാത്ത ചില എക്സെപ്ഷൻസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു. അതാണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. ഈ വകഭേദം, ഈ ഡിഫറൻസ് ദാറ്റ് യു ഷുഡ് നോ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 300 മർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നൗ യു പീപ്പിൾ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. സോ മൂവിങ് ഓൺ, 300 ഒരു 4 ഇലസ്ട്രേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പറയുന്ന 4 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മർഡറാണ്. നമ്മളെ എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ എക്സെപ്ഷൻസ് ആണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. അത് നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് മർഡറിന് ഇലസ്ട്രേഷൻസ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ഇലസ്ട്രേഷൻസ് പറയുന്നത് ഇതാണ്.
A shoots insult with the intention of killing him. Z dies in consequence. A commits murder. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട്, A knowing that Z is laboring under such a disease that a blow is likely to cause his death, strikes him with the intention of causing bodily injury. Z dies in consequence of the blow. A is guilty of murder, although the blow might not have been sufficient in the ordinary course of nature to cause the death of a person in a sound state of health. But if A, not knowing that Z is laboring under any disease, gives him such a blow as would not in the ordinary course of nature kill a person in a sound state of health, here A, although may not intend to cause bodily injury, is not guilty of murder if he did not intend to cause death or such bodily injury as is the ordinary course nature would cause death. നമ്മൾ നേരത്തെ എക്സ്പ്ലനേഷൻ 299 പറഞ്ഞു, ഇത്തരത്തിൽ ആർക്കെങ്കിലും ബോഡിലി ഇഞ്ചുറി, ബോഡിലി ഇൻഫിമിറ്റി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് സാധാരണ ആൾക്കാർ കൊടുക്കുന്ന ബ്ലോയുടെ ആവശ്യമില്ല ഒരു മരണം സംഭവിക്കാൻ. അത് അറിഞ്ഞുകൊണ്ട് ഒരാളെ അങ്ങോട്ട് ആക്രമിക്കുന്നു, ചെറിയ ഒരു അടി കൊടുക്കുന്നു, ആ അടിയുടെ കോൺസിക്വൻസസ് ആൾ മരണപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ളതും എന്താണ്, മർഡറാണ് എന്ന് മനസ്സിലാക്കാം. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ. പക്ഷേ അത്തരത്തിൽ അയാൾക്കൊരു ബോഡിലി ഇൻഫോർമിറ്റി ഡിസീസ് ഉണ്ട് എന്നറിയില്ല, അത് അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ, അത് അറിയാതെയാണ് ആ രീതിയിൽ ചെയ്താൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ ആവില്ല. കാരണം അതിന്റെ നോളജ് ഇല്ലായിരുന്നു, ഇന്റൻഷനും ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒഫൻസ് അട്രാക്ട് ചെയ്യില്ല എന്നാണ് ഈ രണ്ടാമത്തെ ഇലസ്ട്രേഷനിൽ പറയുന്നത്. അപ്പോൾ ഒരേ കാര്യത്തിന്റെ രണ്ട് വകഭേദങ്ങൾ ഒരു ഇലസ്ട്രേഷനിൽ പറഞ്ഞു പോയതാണ് രണ്ടാമത്തെ ഇലസ്ട്രേഷൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 3, എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരെ കാണാൻ കഴിയുന്നില്ല. ഈ സൂം മീറ്റിങ്ങിലൊക്കെ ഒരു ഗുണമുള്ളത് നമുക്കൊരു വിൻഡോ അതും കൂടെ കാണാൻ കഴിയുന്നുണ്ട്, അത് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചാറ്റ് ബോക്സും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എനിവേ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിലും ഒന്ന് ഇടയിൽ സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. സോ നൗ മൂവിങ് ഫോർവേഡ്. ക്ലിയർ ആണ് സർ. ഓക്കെ. നൗ മൂന്നാമത്തെ ഇലസ്ട്രേഷനിൽ പറയുന്നത് A intentionally gives that a sword cut or club wound sufficient to cause the death of a man in the ordinary course of nature. Z dies in consequence. Here A is guilty of murder, although he may not have intended to cause his death. അതായത് വെട്ടുന്നു, വാൾ വെച്ച് വെട്ടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇത് മുറിവ് കൊടുക്കുന്നു. മരണപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടല്ല ചെയ്തത്, പക്ഷെ ആ വെട്ട് കാരണം ആൾ മരണപ്പെട്ടു, വാക്കില്ലാത്ത ഒരു സ്ഥലത്താണ് കൊള്ളുന്നത്. അങ്ങനത്തെ ഒരു ഇന്റൻഷനോ ചെയ്തതല്ലെങ്കിൽ കൂടിയും അയാൾ മർഡറിന് ലയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നാലാമത്തെ ഇലസ്ട്രേഷനിൽ പറയുന്നത് A without any excuse fires a loaded cannon into a crowd of persons and kills one of them. A is guilty of murder, although he may not have had a premeditated design to kill any particular individual. അതായത് പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഒരാൾ വെടിവെക്കുന്നു, അത് ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നതിന്റെ ഇടയിലോട്ടാണ് വെടിവെക്കുന്നത്. ആ വെടിവെച്ചതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഒരാൾ മരണപ്പെടുന്നു. അപ്പൊ ഇവിടെ ഇത് പറയാൻ കഴിയില്ല, എന്താണ് ഞാൻ അയാളെ കൊല്ലാനല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്ന് വെടിവെച്ച് ആൾക്കാരെ പേടിപ്പിക്കാനാണ്, പക്ഷെ അത് ഒരാൾക്ക് പോയി കൊണ്ട് അയാൾ മരണപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. പ്രീമെഡിറ്റേറ്റഡ് ഡിസൈൻ ഇല്ലായിരുന്നെങ്കിൽ കൂടിയും അയാള് വെടിവെക്കുമ്പോൾ അറിയാം എൻ്റെ കയ്യിലുള്ളത് ഗണ്ണാണ്, അത് ആരുടെങ്കിലും ദേഹത്ത് കൊണ്ടാൽ മരണപ്പെടാൻ സാധ്യതയുണ്ട്, അത് ആര് വേണോ മരണപ്പെടാം. അത്രയും പോർഷൻ എടുക്കണമായിരുന്നു, അത് എടുത്തില്ല. അത് എടുക്കാത്തത് കൊണ്ട് വിൽ ബി ഗിൽറ്റി ഓഫ് മർഡർ എന്ന് പറയുന്ന ഒരു ഇലസ്ട്രേഷനാണ്. അപ്പോൾ ഈ ഇലസ്ട്രേഷൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇത് വെച്ച് മനസ്സിലാക്കാൻ കഴിയും എന്ത് മർഡറാണ് എന്ത് മർഡർ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 300 ഇലസ്ട്രേഷൻസ് ഉള്ളത്. ഇത് സെക്ഷനിലുള്ള ഇലസ്ട്രേഷൻസ് ആണ്, ഞാൻ പുറത്ത് നൽകുന്നതല്ല. അതുകൊണ്ട് ഒരു തവണ നിങ്ങളെല്ലാം വായിച്ച് അതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കി വെക്കണം. കാരണം എക്സാമിന് പൊതുവെ ചോദിക്കുന്നത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഇലസ്ട്രേഷൻസ് എല്ലായിടത്തും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു 300 ആദ്യം പഠിച്ചപ്പോഴേ പറഞ്ഞു, എക്സെപ്റ്റ് ഇൻ കേസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ എക്സെപ്റ്റഡ് കൾപ്പബിൾ ഹോമിസൈഡ് ഈസ് മർഡർ എന്ന് പറഞ്ഞു. ആ എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് അതാണ് ഇവിടെ പറയുന്നത്. ആ എക്സെപ്ഷൻസ് വന്നാൽ അതിനെ പറയും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയും. നമ്മൾ ഇതുവരെ കണ്ടത് കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ ആണ്, അതിന്റെ 4 ഇലസ്ട്രേഷൻസ് കണ്ടു. അപ്പൊ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ? അത് പറയുന്നത് 5 കാര്യങ്ങൾ, ഈ പറയുന്ന 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡ്
നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയാം. എന്നാണ് ഏതൊക്കെയാണ്? ഡെത്ത് ഈസ് കോസ്ഡ് ബൈ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ. 1. 2. എക്സീഡിംഗ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. 3. എക്സീഡിംഗ് ദ പവർ ഗിവൺ ബൈ ലോ. 4. ബൈ സഡൻ ഫൈറ്റ്. 5. ബൈ കൺസെപ്റ്റ്. നമ്മുടെ ആക്ട് നോക്കിയാൽ ഇത് ഇങ്ങനെയല്ല പറയുന്നത്. ആക്ടിൽ എന്താണ് പറയുന്നതെന്ന് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് മുതൽ പറയുന്നു. പക്ഷെ അതിന്റെ ക്രക്സ് ഇതാണ്. ഈ 5 സാഹചര്യങ്ങളിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് വിൽ നോട്ട് അമൗണ്ട് ടു മർഡർ. ഈ 5 ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത മറ്റ് ഏത് സാഹചര്യത്തിലും എന്തെന്ന് പറയണം? കൾപ്പബിൾ ഹോമിസൈഡ് വിൽ ബി അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയണം. ഇതാണ് വ്യത്യാസം. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ 5 കാര്യങ്ങളുള്ളിടത്ത് കൾപ്പബിൾ ഹോമിസൈഡ് വിൽ നോട്ട് അമൗണ്ട് ടു മർഡർ. ഓക്കെ. അതിനകത്ത് ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ഞാനൊന്ന് പറയാം. പ്ലീസ് എക്സ്ക്യൂസ് മീ, ഒരു അല്പസമയം. സോറി, ഇടയിൽ ഒരു ചെറിയ ആവശ്യമുണ്ട്. അപ്പം ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ആണ് അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയാൻ കഴിയുന്നത്. എന്താണ് ആക്ടിൽ പറയുന്നത്? ആക്ടിൽ പറയുന്നത് എക്സെപ്ഷൻ 1, culpable homicide is not murder if the offender is deprived of the power of self-control by grave and sudden provocation, causes the death of the person who gave the provocation, or causes the death of any person by mistake or accident. ഇതിനകത്ത് പറയുന്നത് ഒരാൾ പെട്ടെന്ന് അയാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഒരാൾ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്തു, അത് കാരണം ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടാണ്. അങ്ങനെയുള്ള ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിലാണ് ആ മർഡർ ചെയ്തതെങ്കിൽ അത് എന്തല്ലാതാണ്? കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ അല്ല. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആയിട്ട് കണക്കാക്കാം എന്നാണ്. ഇതിന് ചെറിയ എക്സെപ്ഷൻ 3 കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കാനുള്ളത് ആദ്യത്തെ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്ന അതിൽ ഏതൊക്കെ കാര്യങ്ങൾ പെടും എന്നുള്ളതിൻ്റെ 5 ഇൻഗ്രീഡിയൻസിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഡെത്ത് കോസ്ഡ് ബൈ grave and sudden provocation. Okay. Whether the provocation was grave and sudden enough to prevent the offense from amounting to murder is a question of fact. അത് എന്ന് പറയുന്നത് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതായത് പ്രൊവോക്കേഷൻ ഗ്രേവ് ആൻഡ് സഡൻ ആയിരുന്നോ എന്നുള്ളത്. ഇതിനകത്ത് 2 ഇലസ്ട്രേഷൻ പറയുന്നു. ആ ഇലസ്ട്രേഷൻസ് എന്താണ്? എ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പാഷൻ എക്സൈറ്റഡ് ബൈ എ പ്രൊവോക്കേഷൻ given by Z intentionally kills Y Z child. This is murder in as much as the provocation was not given by the child and the death of the child was not caused by accident or misfortune in doing an act caused by the provocation. എന്തെങ്കിലും മനസ്സിലാകാമെന്ന് അറിയില്ല, ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ പറയുന്നത് ഏത് പറയുന്ന ആള് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പാഷൻ എക്സൈറ്റഡ് ബൈ എ പ്രൊവോക്കേഷൻ ഗിവൺ ബൈ ഇസഡ്. ഇസഡ് എന്ന് പറയുന്ന ആള് പ്രൊവോക്ക് ചെയ്തു. ആ പ്രൊവോക്കേഷന്റെ ഫലമായി അതിനെ തുടർന്ന് അതിൽ നിന്നും കിട്ടിയ ഒരു സ്പിരിറ്റ് കാരണം ഇയാള് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? ഈ ഇസഡിന്റെ കൊച്ചിനെ കൊല്ലുന്നു. വൈ എന്ന് പറയുന്ന ഇസഡിന്റെ കൊച്ചിനെ അയാൾ കൊല്ലുന്നു, കുട്ടിയെ കൊല്ലുന്നു. അങ്ങനെ ചെയ്താൽ ഇതിനെ സഡൻ പ്രൊവോക്കേഷൻ, ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയാൻ കഴിയില്ല. ഇത് മർഡർ ആണ്. കാരണം ആ പ്രൊവോക്കേഷൻ കൊടുത്തത് ചൈൽഡ് അല്ല, കുട്ടിയല്ല, അത് കൊടുത്തത് മറ്റൊരാളാണ്. ആ ഇസഡിനെയാണ് കൊന്നിരുന്നതെങ്കിൽ പറയാം ഇത് എക്സെപ്ഷനിൽ പെടുന്നതാണ്, ഇത് മർഡർ അല്ല. പക്ഷെ ഇത് ഇസഡ് അല്ല, ചത്തത് കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട്, മരണപ്പെട്ടത് കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് അത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ പറയാൻ കഴിയില്ല. ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് മർഡർ എന്ന് പറയുന്നതാണ് ഈ ഇലസ്ട്രേഷൻ. I think I am clear. Now, why gives grave and sudden provocation to A? Why എന്ന് പറയുന്ന ആള് എക്ക് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, അയാളെ നമ്മൾ പറയില്ല കുത്തിത്തിരിക്കുന്നു അല്ലെങ്കിൽ അയാളെ ഹീറ്റ് ആക്കുന്നു. A on this provocation fires a pistol at Y.
neither intending nor knowing himself to be likely to kill Z, who is near him, but out of sight. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നവൻ എയുടെ അടുത്ത് പ്രൊവോക്ക് ചെയ്തു. ആ പ്രൊവോക്കേഷനിൽ എ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്തപ്പോൾ പക്ഷെ കൊണ്ടത് ആ വൈക്കല്ല, അടുത്ത് നിന്ന ഇസഡിനാണ്. അയാൾ അവിടെ ഉണ്ടെന്നുള്ളത് ഇയാൾ കണ്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി എയുടെ വെടി ചെന്ന് കൊണ്ടത് ഇസഡിനും, ഇസഡ് മരണപ്പെടുകയും ചെയ്തു. ഹിയർ എ ഹാസ് നോട്ട് കമ്മിറ്റഡ് മർഡർ ബട്ട് നിയർലി കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പോൾ ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ് ഈ ഒരു കേസിൽ. എന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യം, അയാൾ ഒരിക്കലും ഒരു ഇന്റൻഷനോ നോളജോ ഇല്ലായിരുന്നു ഇസഡിനെ കൊല്ലണമെന്നുള്ളത്. ഇസഡ് അവിടെ നിൽക്കുന്നതെന്നുള്ള അറിയുന്നില്ലായിരുന്നു. അയാളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വയ്യെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ചെയ്താൽ അവിടെ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആയിട്ട് അതിനെ കണക്കാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊവോക്കേഷൻ്റെ 2 തരം വകഭേദങ്ങൾ ആണ് ഈ ഇലസ്ട്രേഷൻസിൽ പറയുന്നത്. കാരണം മുകളിൽ പറഞ്ഞു ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ സെൽഫ് കൺട്രോൾ പോയി ചെയ്താൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആണെന്ന് പറയുകയും താഴെ ഈ 2 സാഹചര്യങ്ങളിൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടും എന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ഇലസ്ട്രേഷൻസും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വന്നിട്ട് പറയുന്നത് എ ഈസ് ലാഫുള്ളി അറസ്റ്റഡ് ബൈ ഇസഡ്. എ ഇസഡ് അറസ്റ്റ് ചെയ്തു. എ ബൈലിഫ്. എ ഈസ് എക്സൈറ്റഡ് ടു സഡൻ ആൻഡ് വയലന്റ് പാഷൻ ബൈ ദ അറസ്റ്റ് ആൻഡ് കിൽസ് ഇസഡ്. അറസ്റ്റ് ചെയ്യാൻ വന്നവരെ ഇയാൾ വെടിവെച്ച് കൊല്ലുന്നു. ദിസ് ഈസ് മർഡർ in as much as the provocation was given by a thing done by a public servant in the exercise of his powers. ഒരു പബ്ലിക് സർവന്റ് അയാളുടെ പവർ എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അതിൽ ആ അറസ്റ്റ് ചെയ്യാൻ വന്നത് കണ്ടുകൊണ്ട് അതിൽ നിന്നുണ്ടായ പ്രൊവോക്കേഷനിൽ അയാളെ വെടിവെച്ചാൽ, ആ പബ്ലിക് സർവന്റിനെ വെടിവെച്ച് വന്നാൽ ദാറ്റ് വിൽ ബി എന്താണ്, ദാറ്റ് വിൽ നോട്ട് ബി ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, ദാറ്റ് വിൽ ബി ടേംഡ് ആസ് മർഡർ എന്ന് പറയുന്നതാണ് ആ ഇലസ്ട്രേഷൻ. അത് കഴിഞ്ഞ് പറയുന്നത് എ അപ്പിയേഴ്സ് ആസ് എ വിറ്റ്നസ്. ഈ ഇലസ്ട്രേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചോളണം, വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സെക്ഷനിൽ പറയുന്ന കാര്യത്തിൻ്റെ എക്സെപ്ഷനായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. എ അപ്പിയേഴ്സ് ആസ് എ വിറ്റ്നസ് ബിഫോർ ഇസഡ് എ മജിസ്ട്രേറ്റ്. എ എന്ന് പറയുന്ന ആൾ ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് അപ്പിയർ ചെയ്യുന്നു. ഇസഡ് സേസ്, അതായത് മജിസ്ട്രേറ്റ് പറയുന്നു, ഹി ഡസ് നോട്ട് ബിലീവ് എ വേർഡ് ഓഫ് എസ് ഡിപ്പോസിഷൻ. എ പറയുന്ന ഒരു കാര്യം, ആ പറഞ്ഞ കാര്യം എനിക്ക് വിശ്വാസമില്ലാതെ മജിസ്ട്രേറ്റ് പറയുന്നു. ആൻഡ് ദാറ്റ് എ ഹാസ് പെർജുവേഡ് ഹിംസെൽഫ്. എന്നിട്ട് പറയുന്നു എ പറയുന്നത് കള്ളമാണ്. എ ഈസ് മൂവ്ഡ് ടു സഡൻ പാഷൻ ബൈ ദീസ് വേർഡ്സ് ആൻഡ് കിൽസ് ഇറ്റ്സ്. ഇത് കേട്ട് എ എന്ന് പറയുന്ന എനിക്ക് കൺട്രോൾ പോകുന്നു, ഞാൻ ആ മജിസ്ട്രേറ്റിനെ കൊല്ലുന്നു. അങ്ങനെ കൊന്നാൽ അത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ അല്ല, അത് മർഡറാണ്. ഓക്കെ, ക്ലിയർ. അത് കഴിഞ്ഞ് അടുത്ത് പറയുന്നത് എ അറ്റംപ്റ്റ്സ് ടു പുൾ ഇസഡ്സ് നോസ്. എ എന്ന് പറയുന്നവൻ ഇസഡിന്റെ മൂക്കിൽ പിടിച്ച് വലിക്കുന്നു. ഇൻ ദ എക്സസൈസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. അത് പിന്നെ അയാൾ ആക്രമിക്കാൻ വന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിടിക്കുന്നതാണ്. ലേസ് ഹോൾഡ് ഓഫ് എ ടു പ്രിവെന്റ് ഹിം ഫ്രം ഡൂയിങ് സോ. എ ഈസ് മൂവ്ഡ് ടു സഡൻ ആൻഡ് വയലന്റ് പാഷൻ ഇൻ കോൺസിക്വൻസ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി, എക്ക് പെട്ടെന്ന് ഒരു സഡൻ പ്രൊവോക്കേഷൻ വരുന്നു ആൻഡ് കിൽസ് ഇസഡ്. ദിസ് ഈസ് മർഡർ ഇൻ ആസ് മച്ച് ആസ് ദ പ്രൊവോക്കേഷൻ വാസ് ഗിവൻ ബൈ എ തിങ് done in the exercise of right of private defense. പ്രൈവറ്റ് ഡിഫൻസിൽ എക്സീഡ് ചെയ്തതാണ്. അങ്ങനെ എക്സീഡ് ചെയ്ത് അത് ചെയ്തപ്പോൾ അത് ഈ എക്സെപ്ഷനിൽ വരുന്നില്ല, മർഡറായിട്ട് തന്നെ കണക്കാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അവസാനം പറയുന്നത് ഇസഡ് സ്ട്രൈക്സ് ബി. ഇസഡ് എന്ന് പറയുന്ന ആള് ബിയെ ആക്രമിക്കുന്നു. ബി ഈസ് ബൈ ദിസ് പ്രൊവോക്കേഷൻ എക്സൈറ്റഡ് ടു വയലന്റ് റേഞ്ച്. അത് ഇത് കാരണം ബി എന്താവുന്നു, വയലന്റ് ആവുന്നു, അയാൾക്ക് പെട്ടെന്ന് പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നു. എ ബൈസ്റ്റാൻഡർ intending to take advantage of B's rage and to cause him to kill Izzat puts a knife into B's hand for that purpose. അപ്പോൾ അടുത്ത് നിൽക്കുന്നവൻ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് ഈ കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്ത് നിൽക്കുന്നവൻ്റെ പരിപാടി തന്നെ അതാണ്. അവനൊരു കത്തി എടുത്തിട്ട് കൊടുത്തു ബിക്ക്. ഉദ്ദേശം എന്താണ്, മറ്റവനെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ബി എന്ത് ചെയ്യുന്നു, ആ കത്തി കിട്ടിയോടുകൂടി ഇസഡിനെ കൊല്ലുന്നു. ഹിയർ ബി മേ ഹാവ് കമ്മിറ്റഡ് ഓൺലി കൾപ്പബിൾ ഹോമിസൈഡ് ബട്ട് എ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം, ആ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള എ ബിയെ പ്രൊവോക്ക് ചെയ്ത് ഇസഡിനെ കൊല്ലാനായിട്ട് പ്രേരിപ്പിച്ചത് കൊണ്ട് ആണ് അത് നടന്നതെന്നുള്ളത് കൊണ്ട് ഇവിടെ ബി എന്താ ചെയ്തിട്ടുള്ളൂ,
കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. പക്ഷേ എ എന്ന് പറയുന്നത് ഗിൽറ്റി ഓഫ് മർഡർ. എ കൊന്നിട്ടില്ല, പക്ഷെ അയാൾ ചെയ്തത് എന്താണ്? ഇയാൾക്ക് ആ കൊല്ലാനുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ഇലസ്ട്രേഷൻസിൽ നമ്മൾ ആദ്യം പറഞ്ഞ എക്സെപ്ഷന്റെ കുറച്ച് എക്സെപ്ഷൻസ് ആണ് എന്ന് വേണമെങ്കിൽ കാണാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ എക്സെപ്ഷൻ ഉദ്ദേശിക്കുന്ന അതിന്റെ ക്രക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഇലസ്ട്രേഷൻസ് വന്നിട്ടുള്ളത്. അപ്പൊ എക്സെപ്ഷൻ പറയുന്നു ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് കാരണം ഉണ്ടായ മർഡർ ആണെങ്കിൽ അത് മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ്. പക്ഷേ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് മേ വേരി ലൈക്ക് ദിസ് എന്നാണ് ഇലസ്ട്രേഷൻസ് പറയുന്നത്. എനിക്കൊന്ന് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. അടുത്തൊരു എക്സെപ്ഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ culpable homicide is not murder if the offender in the exercise of good faith of the right of private defense of the person or property exceeds the power given to him by law and causes the death of a person against whom he is exercising such right. അപ്പോൾ അങ്ങനെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്ത് സംഭവിച്ചാൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവും. കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ അല്ല എന്ന് പറയുന്നു. ബട്ട് അവിടെ ഒരു കാര്യം അവസാനം പറയുന്നുണ്ട്, ആൻഡ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ഓഫ് ഡൂയിങ് മോർ ഹാം ദാൻ ഈസ് നെസറി ഫോർ ദ പർപ്പസ് ഓഫ് സച്ച് ഡിഫൻസ്. യഥാർത്ഥത്തിൽ ആ പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിച്ചത് തന്നെ എത്ര ഹാം നമുക്കുണ്ടാകുന്നോ അത് തടയാൻ വേണ്ടി എത്ര അങ്ങോട്ട് കൊടുക്കാം അതേ ചെയ്യാവൂ എന്നുള്ളതുകൊണ്ട് അത്രയും മാത്രം കൊടുത്തുകൊണ്ട് ആണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പ്രവൃത്തി കാരണം മരണം സംഭവിച്ചാൽ കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ അല്ല, ഇറ്റ് വിൽ നോട്ട് ബി കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുന്നു. ഇതിനകത്ത് ഒരു ഇലസ്ട്രേഷൻ കൂടെ പറയുന്നുണ്ട്. ഇസബ് അറ്റംപ്റ്റ്സ് ടു ഫോഴ്സ് എ നോട്ട് ഇൻ സച്ച് എ മാനർ ആസ് ടു കോസ് ഗ്രീവസ് ഹർട്ട് ടു എ. എ ഡ്രോസ് ഔട്ട് എ പിസ്റ്റൾ. ഇസബ് പെർസിസ്റ്റ് ഇൻ ദ അസാൾട്ട്. A believing in good faith that he can by no other means prevent himself from being forced with shoot deceit and death. He has not committed murder but only culpable homicide. എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഇസബ് എന്ന് പറയുന്ന ആള് ഈ കുതിരയ്ക്ക് അടിക്കാനുള്ള ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സിനിമകളിലും മറ്റും, ഒരു ചാട്ടവാറുകളൊക്കെ ഉള്ള ഒരു കമ്പുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഈ അയാൾ എന്ത് ചെയ്യുന്നു, അടിക്കുന്നു. നോട്ട് ഇൻ സച്ച് എ മാനർ ആസ് ടു കോസ് ഗ്രീവസ് ഹർട്ട് ടു എ. അയാൾ അടിച്ചെങ്കിലും ഗ്രീവസ് ഹർട്ട് എക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശമില്ല. അങ്ങനെ അയാൾ എയെ അടിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് മനസ്സിലായി ഇത് എനിക്ക് നല്ലൊരു അടി കിട്ടാൻ പോവുകയാണ്. അയാളുടെ കയ്യിൽ എയുടെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു, അതെടുത്ത് ഇസബിനെ വെടിവെച്ചു. അങ്ങനെ അയാൾ വിചാരിക്കുന്നു, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, ഇയാളെ കൊല്ലാതെ വേറെ വഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇസബിനെ വെടിവെച്ചാൽ അവിടെ ഹാസ് നോട്ട് കമ്മിറ്റഡ് മർഡർ ബട്ട് ഓൺലി കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് ഈ എക്സെപ്ഷനിൽ പറയുന്ന ഇലസ്ട്രേഷൻ. തേർഡ് എക്സെപ്ഷൻ ഈസ് പബ്ലിക് സർവന്റ് എയ്ഡ് ചെയ്യുന്ന ഒരാൾ ആക്ടിംഗ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് പബ്ലിക് ജസ്റ്റിസ് എക്സീഡ്സ് ദ പവേഴ്സ് ഗിവൺ ടു ഹിം ബൈ ലോ. അയാൾക്ക് കൊടുത്തിട്ടുള്ള പവേഴ്സ് എക്സീഡ് ചെയ്യുന്നു, അത് കാരണം ഡെത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ അല്ല, ഇറ്റ് വിൽ ബി കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നാണ് മൂന്നാമത്തെ എക്സെപ്ഷൻ പറയുന്നത്. നാലാമത്തത് ഒരു സഡൻ ഫൈറ്റ് ഉണ്ടാവും. ആ സഡൻ ഫൈറ്റ് കാരണം മർഡർ ഉണ്ടാവും എങ്കിൽ അതും എന്തല്ല, സഡൻ ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കണം എന്നുള്ളതൊരു കാര്യമുണ്ട്. നേരത്തെ ഉള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാവരുത്. പെട്ടെന്നുണ്ടായ ഒരു അടി, ആ അടിയിൽ ഉണ്ടായ മരണം എങ്കിൽ അതും കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ്. അഞ്ചാമത് പറയുന്നത് എബോവ് ദ ഏജ് ഓഫ് 18 years ആണ് ആൻഡ് സഫർ ഡെത്ത് ഓർ ടേക്ക് ദ റിസ്ക് ഓഫ് ഡെത്ത് വിത്ത് ഹിസ് ഓൺ കൺസെന്റ്. 18 വയസ്സിന് മുകളിലുള്ള ഒരാള് അയാള് ഈ ഡെത്ത് കൺസെന്റ് കൊടുത്തുകൊണ്ട് ചെയ്തത് ആണെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആയിട്ട് കണക്കാക്കും. കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ അല്ല എന്ന് പറയും. ഇവിടെ ഒരു ഇലസ്ട്രേഷൻ ഉണ്ട്. by instigation voluntarily causes a person under 18 years of age to commit suicide. Here on account of Isad's youth, he was incapable of giving consent to his own death. A has therefore abetted murder. അതായത് ഇതിൽ ആദ്യമേ പറഞ്ഞു എക്സെപ്ഷനിൽ 18 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്, അയാൾ കൺസെന്റ് കൊടുത്തതാണ്, ആ കൺസെന്റിൽ സംഭവിച്ചതാണ് ഡെത്ത് എങ്കിൽ അത് മർഡറല്ല
പക്ഷേ 18 വയസ്സിന് താഴെയുള്ള ആളാണ്, എന്നിട്ട് അയാളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ആ ഇൻസ്റ്റിഗേഷന്റെ പുറത്താണ് ഈ 18 വയസ്സിന് താഴെയുള്ള ആൾ മരണപ്പെട്ടതെങ്കിൽ അവിടെ ഈ എക്സെപ്ഷൻ ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് 300-ലെ എക്സെപ്ഷൻസ്. ഈ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രീവസ് ആക്ട് മർഡർ അല്ല, അതെന്താണ്, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണ് എന്ന് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. മർഡറിലാണെങ്കിൽ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ 4 ഇൻഗ്രീഡിയൻസ് പിന്നെ വേണം, 4 ഏതെങ്കിലും വേണം മർഡർ ആവണമെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ 5 എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറായി കണക്കാക്കാം എന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരു കാര്യമുള്ളത്, എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡാണ്. പക്ഷേ കൾപ്പബിൾ ഹോമിസൈഡ് എല്ലാം മർഡർ അല്ല. മർഡർ എന്ന് പറയുന്നത് എന്താണ്, അഗ്രവേറ്റഡ് ഫോം ഓഫ് കൾപ്പബിൾ ഹോമിസൈഡാണ്. ഒരു കേസിൽ ശ്രീധരൻ സതീശൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന 95-ലെ കേസിൽ പറഞ്ഞു, ഒരു ഡിസ്പ്യൂട്ട് അക്യൂസ്ഡും ഡിസീസ്ഡും തമ്മിലുണ്ടായിരുന്നു റിഗാർഡിങ് പേയ്മെന്റ് ഓഫ് മണി. മരണപ്പെട്ട ആളും ഈ പിന്നെ പ്രതിയും തമ്മിൽ ഒരു പിന്നെ വാക്ക് തർക്കം ഉണ്ടായതിന്റെ പേരിൽ പൈസ സംബന്ധമായ വാക്ക് തർക്കം ഉണ്ടായിരുന്നു. ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഡ്രൈവറായിരുന്നു. അയാൾ സീരിയസ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ സീരിയസ് ഇഞ്ചുറി കാരണം എന്ത് പറ്റി, ആ സീരിയസ് ഇഞ്ചുറി എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതാണ് രസകരം. ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മിനി ബസ് ഉണ്ടായിരുന്നു. ആ മിനി ബസ് കയറ്റി ഇറക്കി ഇയാളുടെ ദേഹത്ത് പോയി. അങ്ങനെ മിഡിൽ പോർഷൻ ഓഫ് ദ ബോഡിയിൽ കയറ്റി ഇറക്കി ആണ് കൊന്നത്. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഈ കേസിൽ ഇത് ഇന്റൻഷണൽ കില്ലിംഗ് ആണ്, ഇത് സഡൻ പ്രൊവോക്കേഷൻ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മർഡറാണ്, ഇത് പിന്നെ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ അല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം പണിഷ്മെന്റ് എന്താണ് മർഡറിന്, അത് സെക്ഷൻ 302-ലാണ് പറയുന്നത്, ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, പിന്നെ ഫൈനും അടിക്കാം. ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇതിൽ കുറഞ്ഞ പണിഷ്മെന്റ് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് 300-ഉം അതിന്റെ പണിഷ്മെന്റായ 302-ലും പറയുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പണിഷ്മെന്റ് ഫോർ മർഡറിൽ നമ്മൾ പറഞ്ഞു ഡെത്തും ലൈഫുമാണ്. പക്ഷെ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താണ് എന്ന് 304-ലാണ് പറയുന്നത്. 304 പറയുന്നത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ 10 years എന്നാണ് പറയുന്നത്. അതുപോലെ ഫൈനിന് ലൈബിളാണ്. അപ്പോൾ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ 10 years അല്ലെങ്കിൽ ഫൈൻ. പക്ഷേ 302 എന്താണ്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആണ് മിനിമം, ഡെത്തും ആവാം. പക്ഷെ നിങ്ങൾക്കറിയാം വേരിയസ് ജഡ്ജ്മെന്റ്സ് ആർ ദെയർ. ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്നത് റയർ കേസിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡെത്ത് ഇഫ് ഇറ്റ് ഈസ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആണെങ്കിൽ അതിൻ്റെ ഒഫൻസിന്റെ ഗ്രാവിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ പണിഷ്മെന്റ് കുറയും. അവിടെ പണിഷ്മെന്റ് തുടങ്ങുന്നത് 10 years വരെയുള്ള പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ലൈഫ് എന്ന രീതിയിലാണ്. പക്ഷെ വേറെ ഇൻ 302 ദ മിനിമം പണിഷ്മെന്റ് ഈസ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അവിടെ അതിൽ കുറഞ്ഞ് വേറെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ള ഡിഫറൻസ്. ലേറ്റസ്റ്റ് ഒരു കേസും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് അവസാനിപ്പിക്കാം. ഞാൻ വിചാരിച്ചത് 311 വരെ പോകാമെന്നായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും സമയമായി. ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഭഗവാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. കഴിഞ്ഞ 2010 ഞാൻ ഇതിൽ എഴുതിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. PPT ഷെയർ ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്യാം. 2020-ലെ കേസാണ്. കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പിന്നെ വിധിച്ച ഒരു കേസാണ്. ഈ കേസിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനിത് മനഃപൂർവ്വം ഇതിനകത്ത് എടുത്തിട്ടതാണ്. നമ്മൾ പഠിച്ചു എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ എന്നും, അതിനകത്ത് ആ 4 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയാം. പക്ഷേ 5 എക്സെപ്ഷൻസും പഠിച്ചു. ആ 5 എക്സെപ്ഷൻസിൽ വന്നാലേ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഈ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കല്യാണ പാർട്ടി, നിങ്ങൾ എത്ര പേര് നോർത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല, UP, ബീഹാർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, മധ്യപ്രദേശ്, രാജസ്ഥാനിലൊക്കെ ഈ കല്യാണ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ വധു വരൻ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ബ്രൈഡ് ഗ്രൂമൊക്കെ വരുമ്പോഴത്തേക്കും ഈ വെടിവെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആകാശത്തേക്ക് സെറിമോണിയൽ ഫയറിംഗ് എന്ന് പറയുന്നത്, ആകാശത്തേക്ക് മറ്റും വെടിവെക്കും. ഇവിടെ ഈ ഭഗവാൻ സിംഗ് എന്ന് പറയുന്ന കക്ഷി, ഇയാളുടെ മോന്റെ കല്യാണമായിരുന്നു. അയാളുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അയാൾ തന്നെ വിളിച്ചു വരുത്തി അവരെല്ലാം ചുറ്റും നിൽക്കുമ്പോൾ അയാൾ ഇതുപോലെ പിസ്റ്റൽ വെച്ച് സെറിമോണിയൽ ഫയറിംഗ് നടത്തി. പക്ഷെ പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ ആകാശത്തേക്കല്ല വെടി പോയത് നേരെ നിന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ്. അങ്ങനെ അവർ 5 പേർക്ക് വെടിവെക്കുകയും
അതിൽ 2 പേര് മരണപ്പെടുകയും ചെയ്തു. ആ മരണപ്പെട്ടവര് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരണപ്പെട്ടു. ബാക്കി 3 പേർക്ക് വളരെ സീരിയസ് ആയ ഇഞ്ചുറീസ് ഉണ്ടായി. പക്ഷെ അവർ പിന്നീട് രക്ഷപ്പെട്ടു. അപ്പൊ ഈ കേസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ട്രയൽ കോടതിയും അതുപോലെ ഹൈക്കോടതിയും പറഞ്ഞു ഹീസ് ലയബിൾ ഫോർ 302. അയാൾക്കെതിരെ 302 കേസെടുത്തു. ആദ്യം 304 കേസെടുത്തു. അത് കഴിഞ്ഞ് 302 കേസെടുത്തു. അങ്ങനെ കോടതി പറഞ്ഞു ഇയാൾ ലയബിൾ ഫോർ 302 ആൻഡ് 307. 307 എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ. അപ്പോൾ അതിന് കേസെടുത്തു. ട്രയൽ കോടതിയും ഹൈക്കോടതിയും അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടു. അതായത് ട്രയൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടു. അയാൾ അപ്പീൽ കൊടുത്തു ഹൈക്കോടതി അപ്പീൽ റിജക്ട് ചെയ്തു. അവർ സെഷൻസ് കോടതിയുടേത് പിന്നെ അപ്പോൾഡ് ചെയ്തു. പക്ഷെ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 299-ലും 300-ലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെത്ത് എന്ന് പറയുന്നതിനകത്ത് ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ആ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ കൊല്ലാനുള്ളത് അല്ലെങ്കിൽ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ളത് അതുണ്ടാവണം. പക്ഷേ ഇവിടെ ഈ കേസിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അത് ചെയ്യുമ്പോൾ നോളജ് ആ രീതിയിൽ ഉണ്ടായിരുന്നു. ഈ ഇത്രയും പേര് മരിക്കും അല്ലെങ്കിൽ ഇത്ര പേർക്ക് ഇഞ്ചുറി ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അയാൾ ഒരു കോഷൻ എടുക്കണമായിരുന്നു, അതെടുത്തുമില്ല. He was expected to know that the pellets could cause multiple gunshot injuries. അതിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് അത് ഉണ്ടാകും എന്നറിയണമായിരുന്നു. അയാൾക്ക് ആ ഒരു പിന്നെ എക്സ്പെക്ടേഷൻ ഉണ്ടാകുമായിരുന്നു. അത് അയാൾ കാണിച്ചില്ല. അപ്പൊ അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് ആ കോഷൻ എടുത്തില്ല എന്നുള്ളതാണ് അയാൾ ചെയ്ത ഒരു തെറ്റ്. അപ്പൊ അതുകൊണ്ട് അയാളെ 302 എന്ന് പറയുന്നതിനകത്തുള്ള, അതായത് 300-നുള്ള ഇൻഗ്രീഡിയൻസിലല്ല അയാളുടെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അയാളെ 300-നകത്തുള്ള എക്സെപ്ഷൻ പെടുത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ട് ടു മർഡറായി അതിനെ കണക്കാക്കാം. കാരണം അയാളുടെ ഇന്റൻഷനോ നോളജോ ഇവരെ കൊല്ലാനില്ലായിരുന്നു. പക്ഷെ അയാളുടെ പ്രവൃത്തിയുടെ കോൺസിക്വൻസ് അയാൾക്ക് മനസ്സിലാവണമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മുറിവുണ്ടാകാനോ മരണപ്പെടാനോ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ കോഷൻ അയാൾ കാണിച്ചില്ല. അതുകൊണ്ടുണ്ടായ മരണമാണ്. അതുകൊണ്ട് ഇന്റൻഷണൽ കില്ലിങ് അല്ലാത്തതുകൊണ്ട് മർഡറല്ല എന്ന് പറഞ്ഞ ഒരു വിധിയാണ് ഈ വിധി. എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മറ്റു ആൾക്കാർ മരണപ്പെട്ടാൽ അതിനെ 302-ല് പണിഷബിൾ ആക്കേണ്ട 304-ല് പണിഷബിൾ ആക്കാം. അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ട് ടു മർഡറായി കണക്കാക്കാം എന്ന് പറഞ്ഞ വിധിയാണ് ഈ വിധി. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പഠിച്ച 5 എക്സെപ്ഷൻസിനകത്ത് ഇത് വരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വന്നില്ല എന്ന് വരാം. പക്ഷെ അതേസമയം കോടതി പറയുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് 300-ൽ പറയുന്ന 299-ഉം 300-ഉം കമ്പൈൻ ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ വരുന്ന മർഡറിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ഇത് വരുമോ എന്ന് കേട്ടാൽ അങ്ങനെ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് ഇത് കൊടുക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കേസിൽ കോടതിയിൽ അഡ്വക്കേറ്റ് വാദിച്ചതെന്ന് പറഞ്ഞാൽ ഇയാൾ 304-ലും അല്ല 304A നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പോർഷനാണ്. 304 എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് അല്ലെങ്കിൽ സഡൻ ഫ്ലൈറ്റ് ആക്സിഡന്റ് വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ നെഗ്ലിജൻസ് വഴി ഉണ്ടാകുന്ന മരണം, അത്തരത്തിലുള്ള ഒരു മരണമായിട്ട് ഇതിനെ കണക്കാക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ പണിഷ്മെന്റ് 2 വർഷമേ കാണും. പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല. കോടതി പറഞ്ഞു ഇത് കൾപ്പബിൾ ഹോമിസൈഡ് തന്നെയാണ്, നോ ഡൗട്ട്. ഇത് ആക്സിഡന്റ് അല്ല അല്ലെങ്കിൽ നെഗ്ലിജൻസ് അല്ല. കൾപ്പബിൾ ഹോമിസൈഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇറ്റ് ഈസ് നോട്ട് മർഡർ, ഇറ്റ് ഈസ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞു. അതാണ് ഇത് 2020-ലെ റൂളിംഗ് ആണ്. ഇതും കൂടെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ബാക്കി കുറച്ച് പോർഷനും കൂടെ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. എനിവേ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല, കാണാതെ പറയുന്നതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ഐ കുഡ് കംപ്ലീറ്റ് വാട്ട് എവർ ഇൻഗ്രീഡിയൻസ് ദീസ് സെക്ഷൻസ് ഹാവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ബാക്കിയും കവർ ചെയ്ത് അടുത്ത പോർഷനിലോട്ടും കൂടെ കയറാൻ നോക്കാം. കുറച്ചുകൂടെ സ്പീഡിൽ പോകാനും ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ഞാൻ റെക്ടിഫൈ ചെയ്യാനും ശ്രമിക്കാം. ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, Thank you, sir. It was a very informative session, sir. If you have any question, you can raise it now, participants. ആർക്കെങ്കിലും എഴുതണമെങ്കിലോ അല്ലെങ്കിൽ ചോദിക്കണമെങ്കിലോ ചോദിക്കാം. നോ ഇഷ്യൂ. യെസ് Sir, clear. Okay. Okay, thank you all. Thank you all of you participants. Thank you, Rajesh sir. Thank you. Yeah.